യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനു പ്രസാദ് ചേരുന്നു. മനു, തൃശ്ശൂരിൽ നടന്നത് താങ്കൾ കണ്ടുവല്ലോ. അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് BJP പ്രവർത്തകർ ഇരയായത്. പോലീസിൻ്റെ നരനായാട്ട്. പോലീസ് CPM പ്രവർത്തകരെ ഒരു ഭാഗത്ത് സംരക്ഷിക്കുന്നു, അതേസമയം BJP പ്രവർത്തകർക്ക് നേരെ ക്രൂരമർദ്ദനം അഴിച്ചുവിടുന്നു. BJP ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിൻ്റെ തലയടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ലാത്തി രണ്ടായി ഒടിഞ്ഞു. അത്രമാത്രം പ്രകോപനം. എന്താണ് ഉണ്ടായത്? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ CPM പ്രവർത്തകർക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കി BJP പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്ന സമീപനം. നാളെ സംസ്ഥാന വ്യാപകമായി BJPയുടെ പ്രതിഷേധമുണ്ട്. മനു, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? CPM-നും ഇടതു വലതു മുന്നണികൾക്ക് ഭയം വന്നിരിക്കുന്നുവെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് കേരളത്തിലെ സമൂഹത്തിൽ ആഴത്തിൽ മനസ്സുകൾ ഇറങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യമാകുന്ന അവസ്ഥ. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും അതുപോലെ തന്നെ വികസിത കേരളം എന്ന രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വെച്ചിരിക്കുന്ന വലിയ മിഷന്, ആ വിഷന് വേണ്ടിയിട്ട് സമൂഹം ഒന്നടങ്കം ഒന്നിക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ കാണുന്നുണ്ട്. ഇതെല്ലാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും ഈ കേരളീയ സമൂഹം ഒന്നടങ്കം വികസിത കേരളത്തിന് വേണ്ടിയും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാനും ഇടതു വലതു മുന്നണികൾ ഒന്നിച്ചു നടക്കുന്ന ഈ ആക്രമണമാണ് ഇവിടെ കണ്ടത്. ജസ്റ്റിൻ ജേക്കബിന് നേരെയും അതുപോലെ തന്നെ BJP പ്രവർത്തകർക്ക് നേരെയും ഒക്കെ ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് ഭരണകൂടത്തിന്റെ ബോധപൂർവമായ ഒരു നടപടിയാണ്, ഭരണകൂടത്തിന്റെ ഇടപെടലാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. വികസിത കേരളം എന്ന ഞങ്ങളുടെ മുന്നോട്ട് പോക്കിന് തടഞ്ഞു നിർത്താൻ നിങ്ങളുടെ ഈ പേക്കൂത്തുകൾ കൊണ്ട് സാധിക്കില്ല എന്ന് യുവമോർച്ച ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. BJPയുടെ പ്രവർത്തകർക്ക് നേരെ ഒരു തുള്ളി രക്തം ഈ കേരളത്തിന്റെ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഇവർ നടത്തുന്ന എല്ലാ പ്രതികാര ബുദ്ധികളെയും ഞങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകും. സുരേഷ് ഗോപി എന്ന് പറയുന്ന കേരളത്തിന്റെ മനസ്സിന്, ലോകത്തിന് മുഴുവൻ തന്നെ ജനങ്ങളുടെ, മലയാളികളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചപ്പെട്ടിട്ടുള്ള, ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരുണ്യ പ്രവർത്തനങ്ങളിലും ജനസേവ പ്രവർത്തനങ്ങളിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, MP എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഓരോ പ്രദേശങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, തൃശ്ശൂരിൽ തന്നെ ഇത്രയും കാലം ഒരു MP ഉണ്ടായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് സുരേഷ് ഗോപിയിലൂടെ നടക്കുന്നു. നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു, ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കണ്ണീരൊപ്പാൻ ഓടിയെത്തുന്ന ഒരു മനുഷ്യനായി, മന്ത്രിയായി സുരേഷ് ഗോപി മാറുന്നു. ഇതെല്ലാം ഇവരെ വിരളി പിടിപ്പിക്കുന്നതിന് കാരണമാക്കുന്നു. ഇടയ്ക്ക് ഒരാൾ പറഞ്ഞതുപോലെ കാരുണ്യ പ്രവർത്തനമല്ല, അത് രാഷ്ട്രീയ പ്രവർത്തനം മറ്റൊന്നാണ് എന്ന് സുരേഷ് ഗോപി ആക്ഷേപിക്കുന്ന സാഹചര്യം വരെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇവരെല്ലാം ആക്ഷേപിച്ചിട്ടും അപമാനിച്ചിട്ടും ഇവരെല്ലാം തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇവർ ഒത്തൊരുമിച്ച് കളിച്ചിട്ടും ഇന്ത്യ മുന്നണി എല്ലാവരും ചേർന്ന് നിന്നിട്ടും സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നും വിജയിച്ച് 75,000-ലധികം വോട്ടുകൾ നേടി ഈ ലോകസഭയിലേക്ക് കടന്നു ചെന്നത് ഇവരുടെ മുഖത്തടിച്ച അടിയാണ്. അത് കേരളത്തിലെ പ്രാദേശികമായും പഞ്ചായത്തുകളിലും വാർഡുകളിലും സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റം മുന്നിൽ കണ്ടറിഞ്ഞുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രതികാര നടപടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇടതു വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളിത് പ്രതിരോധിക്കും, ഞങ്ങളിത് ചെറുത്തു തോൽപ്പിക്കും, ജനങ്ങളെ അണിനിരത്തും, മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.